നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിനായകൻ സിനിമയിൽ കുനിഞ്ഞു നിന്നാണോ പണിയെടുക്കുന്നത്? എല്ലാവരും അവനവന്റെ ജോലി സ്ഥലത്ത് അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ചാണ് ജോലി ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുക, അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ വിനായകൻ പോയി കുനിഞ്ഞു നിൽക്കുന്ന സൈബറിടം കത്തുന്ന ചർച്ച. നടനെ എടുത്ത് കുടയുകയാണ് മലയാളികൾ. കുനിഞ്ഞു നിന്ന് മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടെല്ല് നിവർത്തി നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തൂ. ന്യൂസ് 18-ലെ മാധ്യമ പ്രവർത്തക അപർണ കുറുപ്പിനെ പച്ച തെറി വിളിച്ച് നടൻ വിനായകൻ ഇപ്പോൾ എയറിലാണ്. തെറി കേട്ടാൽ അപർണ പേടിച്ചോടുമെന്ന് കരുതിയോ വിനായക? തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് കേട്ടിട്ടില്ലേ? വിനായകൻ സാറിന് വീണ്ടും മറുപടിയുമായി അപർണ കുറുപ്പ്. ചാനലിൽ അവരൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് വിനായകൻ ഒരു വിഴുപ്പാണെന്നാണ്. ദളിതന്റെ അവകാശ സമരങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് വിനായകൻ എന്ന പൊതുശല്യം. അപർണ പറഞ്ഞത് വിശദമായി നമുക്ക് നോക്കാം. ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞും കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചാലും പേടിച്ച് മിണ്ടാതെ സ്ത്രീകൾ മാറിപ്പോകും. അത് പണ്ട്. ആ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു വിനായക. മാധ്യമ പ്രവർത്തകരെ സ്ത്രീ ശരീരങ്ങളെന്ന് എടുത്തു പറയാൻ ഉത്സാഹം കാണിക്കുന്ന നിങ്ങൾ ദളിത് വിഭാഗത്തിനു വേണ്ടി ഒരു സമരവും നടത്തിയിട്ടുമില്ല, നടത്തുന്നുമില്ല. എറണാകുളത്ത് സ്വന്തം ഫ്ളാറ്റിലിരുന്ന് സിനിമാക്കാരനെന്ന പ്രിവിലേജ് എടുത്ത് ബാൽക്കണിയിലിരുന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു പൊതുശല്യം മാത്രമാണിപ്പോഴും നിങ്ങൾ. സ്ത്രീക്കെതിരെ പരസ്യമായി ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വൃത്തികേട് പറയുമ്പോൾ അതിനെതിരെ ഉയരുന്ന സമൂഹ പ്രതിഷേധങ്ങളെ മറികടക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് ജാതി എടുത്തെടുത്ത് പറഞ്ഞുള്ള നിങ്ങളുടെ ഇരവാദം. അവകാശ സമരങ്ങൾ ഇപ്പോഴും തുടരുന്ന ദളിത് വിഭാഗമോ വിവേചനങ്ങളുടെ വേദന അനുഭവിക്കുന്ന ജനങ്ങളോ ഇതിനെതിരെ പൊരുതുന്ന ഒരാണും പെണ്ണുമോ നിങ്ങളെന്ന വിഴുപ്പിനെ ഏറ്റെടുക്കില്ല. ദളിത് ആക്ടിവിസ്റ്റുകൾക്കെതിരെ നിങ്ങൾ നടത്തിയ അശ്ലീല സംഭാഷണങ്ങൾ ആരും മറന്നിട്ടില്ല. വിമർശനങ്ങൾക്ക് മറുപടിയില്ലെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന പച്ചത്തെറി വിളിക്കുന്നതും ആ പച്ചത്തെറിയൊക്കെ സ്വത്വവാദമാണെന്ന് പറയുന്നതുമൊക്കെ കേട്ട് കൈയടിക്കാൻ താങ്കളുടെ കൂടെ നിൽക്കുന്നത് അവകാശ സമരങ്ങൾ നടത്തുന്ന ദളിത് വിഭാഗമല്ല, വെറും പെർവർട്ടുകൾ മാത്രമാണ്. അവരല്ല കേരളം. നല്ല കലാകാരനാണ് താങ്കൾ. കമ്മട്ടിപ്പാടവും ജയിലറും പോലുള്ള സിനിമകളിലെ നിങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ ഞാൻ അടക്കമുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് പ്രോത്സാഹിപ്പിച്ചതാണ്. പക്ഷെ അതിനർത്ഥം ആ പ്രിവിലേജ് കൊണ്ട് നിങ്ങൾ പറയുന്ന അശ്ലീലത്തെ പുരോഗമനമെന്ന് കരുതുമെന്നോ കേട്ട് പേടിച്ച് മിണ്ടാതിരിക്കുമെന്നോ അല്ല. ഇനിയും വിമർശിക്കും. ആവശ്യമെങ്കിൽ ഷോക്ക് ചികിത്സ നൽകണമെന്ന് പറയുകയും ചെയ്യും. പറഞ്ഞവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി. എന്റെ പേരിലെ വാലെടുത്തു പറഞ്ഞ് ജാതി അധിക്ഷേപം നടത്തുകയാണ് ഞാനെന്ന ആരോപണങ്ങളുമായി നിങ്ങളുടെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് ഒരു കവിതയിലെ 2 വരികൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പുലയാടി മക്കൾക്ക് പുലയാണ് പോലും, പുലയന്റെ മകനോട് പുലയാണ് പോലും. പുലയാടി മക്കളെ പറയുമോ നിങ്ങൾ, പറയനും പുലയനും പുലയായതെങ്ങനെ? പറയുമോ പുലയാടി മക്കളെ? ഈ കവിത എഴുതിയ ആ കുറിപ്പ് എൻ്റെ അച്ഛനാണ്. അതാണ് ഈ വിമർശനങ്ങൾക്ക് എനിക്കുള്ള മറുപടി. ഇതായിരുന്നു അപർണ കൊടുത്ത ആ കിടിലൻ മറുപടി. ഇതിലും വലിയ മറുപടി വിനായകന് കിട്ടാനുമില്ല. അപർണ പറഞ്ഞതുപോലെ വിനായകൻ നല്ല നടനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ആ പ്രിവിലേജ് സമൂഹത്തിലുള്ളവരെ തെറി വിളിക്കാനുള്ള ലൈസൻസ് അല്ല. വിനായകനെതിരെ വിമർശനം നടത്തിയാൽ ഉടനെ അയ്യോ ദളിതനെ ആക്രമിക്കുന്നേ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വരും. പക്ഷേ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. വിനായകനെ പൊക്കി പിടിച്ചുകൊണ്ടുവരുന്നത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരല്ല, തെറിവിളിക്ക് കൈയടിക്കുന്ന ഞരമ്പ് രോഗികൾ മാത്രമാണ്. നട്ടെല്ല് നിവർത്തി നിന്ന് മാധ്യമ പ്രവർത്തനം നടത്തൂ എന്നായിരുന്നു വിനായകന്റെ ഉപദേശം. ആരാണ് നട്ടെല്ലിനെ കുറിച്ചൊക്കെ പറയുന്നതെന്ന് നോക്കണേ. വിമർശനങ്ങൾക്ക് കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളി നടത്തുന്നതും നഗ്നതാ പ്രദർശനം നടത്തുന്നതുമാണ് നട്ടെല്ലാണെന്നാണോ വിനായകൻ സാർ കരുതിയിരിക്കുന്നത്? അതോ പണി കിട്ടാറാകുമ്പോൾ ദളിത് കാർഡ് ഇറക്കി ഇരവാദം മുഴക്കുന്നതാണോ നട്ടെല്ല്? നട്ടെല്ല് പോയിട്ട് വാഴപ്പിണ്ടി പോലും ഇല്ലാത്ത വിനായകനാണ് ഡയലോഗ് അടിക്കുന്നത്. തെമ്മാടിത്തവും തെറിവിളിയും നടത്തുന്നത് ആരായാലും, ഏത് ബ്രാഹ്മണനായാലും നമ്പൂതിരിയായാലും നായരായാലും കുറുപ്പായാലും വാര്യറായാലും ഈഴവനായാലും വിമർശിക്കും. അതിന് ജാതിയും മതവും ഒന്നും നോക്കില്ല. ഇവിടെ വിനായകന്റെ ജാതിയെ ആരും വിമർശിച്ചിട്ടില്ല. നിങ്ങളുടെ പ്രവൃത്തിയെയാണ് വിമർശിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിപ്പിനെ വിമർശിക്കുമ്പോൾ അയ്യോ എൻ്റെ സമൂഹത്തെ ആക്ഷേപിച്ചേ എന്ന് വാദിക്കുന്നത് ഇരവാദമാണ്. മുൻപും പലതരത്തിലുള്ള കേസുകൾ വിനായകനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഭാര്യയുമായുള്ള ബഹളത്തിന്റെ പേരിൽ വിനായകൻ നൽകിയ പരാതിയിൽ വീട്ടിലെത്തിയ വനിതാ പോലീസിനോട് വിനായകൻ മോശമായി പെരുമാറിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിനും നടൻ അറസ്റ്റ് നടപടി നേരിട്ടിരുന്നു. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് CISF ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതിന് വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മാധ്യമപ്രവർത്തകരെ തെറിവിളിക്കുന്നത് സ്ഥിരം ഏർപ്പാടാണ്. നഗ്നതാ പ്രദർശനം വലിയ വിവാദമായപ്പോൾ മാപ്പ് പറഞ്ഞിരുന്നു വിനായകൻ. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല.
എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ എന്നാണ് അന്ന് ഒരു കുറിപ്പ് പങ്കുവച്ചത്. ആരെയെങ്കിലും തെറി വിളിച്ച് പോസ്റ്റ് ഇടുക, പണി കിട്ടുമ്പോൾ പിൻവലിക്കുക, മാപ്പ് പറയുക, വീണ്ടും പോസ്റ്റ് ഇടുക. ഇതാണ് വിനായകന്റെ സ്ഥിരം ഏർപ്പാട്. നമുക്ക് ആരെയും വിമർശിക്കാം, പക്ഷേ തെറി വിളിക്കാൻ അവകാശമില്ല. അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസും ഒക്കെ മുൻപ് പല വിവാദ പരാമർശങ്ങളും നടത്തിയിട്ടുള്ളവരാണ്. അവരെയൊക്കെ സമൂഹം വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷെ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനും കുടുംബത്തിലുള്ളവരെ അപമാനിക്കാനും അവരെ തെറി വിളിക്കാനും അവകാശമില്ല. ഏതായാലും വിനായകനെതിരെ വിമർശനം രൂക്ഷമാകുന്നുണ്ട്. യേശുദാസിനെതിരായ അധിക്ഷേപ പരാമർശങ്ങളിൽ വിനായകനെതിരെ പ്രതിഷേധവുമായി ഫെഫ്ക രംഗത്ത് വന്നിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ വിഷയവുമായി ബന്ധപ്പെടുത്തി നടൻ വിനായകൻ മലയാളത്തിന്റെ അഭിമാനമായ ഗാനഗന്ധർവൻ ശ്രീ യേശുദാസിനെ കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ നടത്തിയ പരാമർശം പ്രതിഷേധാർഹമാണ്. കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷം നടത്തിയാണ് ഇയാൾ ഇത് കുറിച്ചിരിക്കുന്നത്. വിനായകനേക്കാൾ മോശപ്പെട്ട സാമൂഹിക പശ്ചാത്തലത്തിലും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന ഗാനഗന്ധർവൻ എന്ന നിലയിലേക്ക് യേശുദാസ് വളർന്നതെന്ന് അദ്ദേഹത്തെ അറിയുന്ന ആർക്കും ബോധ്യമുള്ളതാണ്. 4 തലമുറകൾക്കെങ്കിലും ശബ്ദമാധുര്യം കൊണ്ട് അനുഭൂതി നിറച്ച മഹാനായ കലാകാരനെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിക്കുക വഴി വളരെ നിന്ദ്യമായ പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഓരോ കലാകാരനെയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നതാണ് ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയന്റെ നയം. ശക്തമായ നിയമ നടപടികൾ ഇത്തരം വ്യക്തികൾക്കെതിരെ ഉണ്ടാകണമെന്ന ആവശ്യം ഇതോടൊപ്പം മുന്നോട്ട് വയ്ക്കുന്നു എന്നായിരുന്നു ഫെഫ്ക പ്രതികരിച്ചത്. എന്തായാലും വിനായകനെതിരെ സിനിമയിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.